നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ വലിയ ചർച്ചയായിരിക്കുകയാണ് വീണ്ടും വന്ദേ മാതരം മദ്രസകളിൽ പാടണോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ഇതിനിടയിൽ നടക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്ഥിരം ശൈലിയാണ് രാജ്യത്ത് എന്ത് പോസിറ്റീവായ നീക്കം നടന്നാലും അതിൽ ഒരു കുത്തിത്തിരിപ്പ് കണ്ടെത്തുക, മറ്റ് മതസമൂഹങ്ങളെ ഇതിനിടയിൽ ഒരു സ്പർദ്ധ വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്ദേ മാതരം മദ്രസകളിൽ ചൊല്ലണം എന്ന് പറഞ്ഞതിനെതിരെ കൽക്കത്ത, അതായത് അവിടുത്തെ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയാണ്, അവിടുത്തെ മന്ത്രിസഭയാണ് ഇത്തരത്തിലൊരു ഓർഡർ ഇറക്കിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൽക്കത്ത ഹൈക്കോടതിയിലേക്ക് അവരൊരു ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. ഹർജി പ്രകാരം അവർ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ മോശമായൊരു പ്രവർത്തനമാണ് എന്ന രീതിയിലാണ് അവർ കോടതിയിൽ സമർപ്പിച്ചിരുന്നത് ഹർജി. അപ്പോൾ കോടതി തിരിച്ച് ചോദിച്ചത്, നിങ്ങളതങ്ങനെ ലോകമിടിഞ്ഞ് ആകാശമിടിഞ്ഞ് വീണു പോകുമോ എന്ന രീതിയിലാണ് അവരുടെ തിരിച്ച് മറുപടിയായിട്ട് ചോദിച്ചത്. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതായത് കൽക്കട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി വരുന്നു. ആ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് സൗരഭ് ദത്ത എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് മുതിർന്ന CPM-ൻ്റെ മുതിർന്ന നേതാവും പ്രമുഖ അഭിഭാഷകനുമായ വികാസ് രഞ്ജൻ ഭട്ടാചാര്യയാണ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത്. അപ്പോൾ അവർ ഈ മദ്രസകളിൽ വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ അതിന് ആലപിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്നൊക്കെയാണ്. അത് ആശങ്കയുണ്ട്, വലിയ ആശങ്ക മുസ്ലിം സമൂഹത്തിനുണ്ട്. നോക്കൂ, മുസ്ലിം സമൂഹത്തിന് ആശങ്കയുണ്ടെങ്കിൽ മുസ്ലിം സമൂഹമല്ലേ രംഗത്ത് വരേണ്ടത്? ഇത് മുസ്ലിങ്ങൾ ആരും അത്തരമൊരു ഹർജിയുമായിട്ട് വന്നിട്ടില്ല. പകരം CPM-ൻ്റെ പ്രമുഖ നേതാവും അഭിഭാഷകനുമായ ആളൊരു ഹർജിക്കാരന് വേണ്ടിയിട്ട് അവിടെ ഹാജരായിട്ട് വലിയ ആശങ്ക സമൂഹത്തിലുണ്ട്, ഇത് പരിഹരിക്കണം, ഇതിൽ വ്യക്തത വരുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. എന്നിട്ട് കോടതിയിൽ ഇവർ ഉന്നയിച്ചത് ഇത് ദേശീയ ഗീതമാണ്, ദേശീയ ഗാനമല്ല. അപ്പോൾ ദേശീയ ഗാനത്തിന് കിട്ടുന്ന മെറിറ്റ് ദേശീയ ഗീതത്തിന് കൊടുക്കണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവർ കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഈ വാദം കേട്ടു തുടങ്ങിയപ്പോൾ കൽക്കട്ട ഹൈക്കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ മദ്രസകളിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന്. അതായത് ഈ ഹർജിക്കാരൻ്റെ അഭിഭാഷകനോട് കൽക്കട്ട ഹൈക്കോടതി ചോദിച്ചതാണ്. അത് കൽക്കട്ട ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ശ്രീ തപബ്രത ചക്രവർത്തിയും അതുപോലെ തന്നെ ജസ്റ്റിസ് പാർത്ഥസാരഥി സെന്നും, ഇങ്ങനെ രണ്ടുപേരാണ് ഈ ഹർജി പരിഗണിച്ചത്. അവർ രണ്ടുപേരും ചോദിച്ച ചോദ്യമാണ്, മദ്രസകളിൽ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചാൽ ഇത് ഇടിഞ്ഞു വീഴുമോ, ആകാശം ഇടിഞ്ഞു വീഴുമോ? അപ്പോൾ ഇവർ പറഞ്ഞത്, ഈ ഹർജിക്കാരൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്, ഇതിനകത്ത് ഇസ്ലാം മതത്തിന് വിരുദ്ധമായ, അവരുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ, അതായത് ഹിന്ദു ദൈവങ്ങളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അങ്ങനെ ആ പരാമർശം ഉള്ളതുകൊണ്ട് ഇത് അവർക്ക് അവരുടെ മതവിശ്വാസങ്ങൾക്ക് എതിരാണ്, അവരുടെ മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്നതാണ്, അതുകൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് അത് പാപമാണ്, ഷിർക്കാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് ഇവർ വാദിച്ചത്. അപ്പോൾ കോടതി വളരെ യുക്തിസഹമായിട്ട് കോടതി ഒരു കാര്യം ചോദിച്ചത്, അപ്പോൾ ഏതെങ്കിലും ഒരു മതവിശ്വാസി മറ്റ് മതങ്ങളിലെ മതഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും വാക്യങ്ങൾ ഉദ്ധരിച്ചാൽ, അതായത് മറ്റ് മതങ്ങളിലെ ദൈവങ്ങളുടെ പേര് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്രിസ്ത്യാനി അള്ളാഹുവെന്നോ ശ്രീകൃഷ്ണനെന്നോ സരസ്വതി എന്നോ ഒക്കെ പറഞ്ഞാൽ അയാളുടെ ആ ക്രിസ്തുത്വം, ആ ക്രിസ്തുമത വിശ്വാസം അത് നഷ്ടപ്പെടുമോ? കോടതി അവിടെ ഒരു ഉദാഹരണം കൂടി അവിടെ അതിലേക്ക് വേണ്ടിയിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ക്രിസ്ത്യൻ സ്കൂളുകളിലെല്ലാം രാവിലെ ഒരു പ്രാർത്ഥനയുണ്ടാകും. ആ പ്രാർത്ഥനയിൽ ഒരു ക്രിസ്ത്യൻ ചുവ അതിനകത്തുണ്ട്. അവരുടെ ബൈബിൾ സംബന്ധമായ അടിസ്ഥാന തത്വങ്ങളുടെ ഒരു ചെറിയൊരു അംശം അതിനകത്ത് കടന്നുകൂടും. അത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്ന് വെച്ച് അത് നമ്മുടെ ഇന്ന് നമ്മൾ പറയുന്ന മതേതരത്വത്തിന് എതിരോ ഒന്നുമല്ല. ദൈവമേ കേൾക്കുമാറാകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഏതെങ്കിലും ഒരു മതവിശ്വാസിക്ക് അയാളുടെ വിശ്വാസത്തിന് വിരുദ്ധമായ മറ്റേതെങ്കിലും മതത്തിലുള്ള ഒരു പരാമർശമായിട്ട് തോന്നില്ല.
അപ്പോൾ അതുപോലെ മാത്രമല്ല നമ്മൾ ധാരാളം ഉപനിഷത്ത് വാക്യങ്ങൾ സർക്കാർ ഓഫീസുകളുടെ ഒക്കെ സത്യമേവ ജയതേ. പക്ഷെ ഞാൻ അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഉപനിഷത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമല്ല. സൈദ്ധാന്തികമായ ഒരു ഭാരതീയ സംസ്കൃതിയെ ഭാരതീയ സംസ്കൃതിയെ അവിടെയാണ് അവിടെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിഴച്ചത് അവിടെയാണ്. കാരണം ഇത് വെറും അന്തംഗമ്മിത്തരമാണ്. കാരണം ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സെമറ്റിക് മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങുന്നതല്ല ഇന്ത്യൻ ഫിലോസഫി. അത് സാർവജനീനവും സാർവലൗകികവുമായ മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അവിടെ എങ്ങും മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഏതെങ്കിലും ഒരു സനാതനധർമ്മം എന്ന വാക്ക് പോലും എല്ലാ മതങ്ങൾക്കും അതീതമായൊരു വാക്കാണ്. ഒരു മതവിശ്വാസത്തെയും പേറുന്നതല്ല അത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ അതൊരു മതത്തിൻ്റെ ചട്ടക്കൂടിലല്ല, അതിനെ ഒരു സംസ്കാരമായിട്ട് കാണണം എന്നൊക്കെ അത് പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്, മനുഷ്യൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇരിക്കട്ടെ, ഇപ്പോൾ ഇവിടെ ഈ കോടതി ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ഈ ക്രിസ്തീയ സ്വഭാവമുള്ള ഒരു പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് അവരൊക്കെ അവരുടെ മതത്തിൽ നിന്ന് പുറത്താകുമോ എന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ നമുക്ക് സമാനമായിട്ടൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ എല്ലാവരുടെയും അഭിമാന പാത്രമായ സർവശ്രീ യേശുദാസ്, ഗാനഗന്ധർവൻ യേശുദാസ്, അദ്ദേഹത്തെ ഈ ഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹം ക്രിസ്തുമതത്തിന് പുറത്താകുമോ? ഇനി അദ്ദേഹം ഗുരുവായൂരപ്പനെ കുറിച്ചും ഭഗവതിയെക്കുറിച്ചും നമ്മുടെ ശബരിമല അയ്യപ്പനെ കുറിച്ചും ഒക്കെ എത്ര പാട്ടുകളാണ് പാടിയിരിക്കുന്നത്. നമ്മുടെ കർണാടക സംഗീതത്തിലെ എന്താ പറയുക, ശാസ്ത്രീയ സംഗീതത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടെ, അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഗാനങ്ങൾ ഉൾപ്പെടെ എത്രയോ കീർത്തനങ്ങളും സ്തുതികളും അദ്ദേഹം ചൊല്ലിയിരിക്കുന്നു. അദ്ദേഹത്തെ ആരെങ്കിലും മതത്തിന് പുറത്താക്കിയോ? ഇനി ഈ നമ്മുടെ മലയാളത്തിൽ ഏറ്റവും നല്ല ഭക്തിഗാനങ്ങൾ, ഏറ്റവും നല്ല സംസ്കൃത കാവ്യങ്ങൾ ആധുനിക കാലത്ത് എഴുതിയ ഒരാൾ യൂസഫ് അലി കേച്ചേരിയാണ്. അദ്ദേഹം ഒരു പൂർണ്ണമായിട്ട് ഇസ്ലാം മത വിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം മതങ്ങൾക്കെല്ലാം അതീതമായ ഒരു നിലപാട് സ്വീകരിച്ച ആളാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഏറ്റവും വലിയ അമരക്കാരൻ താൻസനാണ്. അല്ല, ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് കേരളത്തിന്. ഇപ്പൊ കേരളത്തിലാണല്ലോ ഇതിന്റെ തീവ്രത. അതുകൊണ്ടാണ് ഞാൻ ഇത് കേരളത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക്. അത് മാത്രമല്ല, മറ്റൊരു ചോദ്യം ഇതിനകത്ത് ചോദിക്കാനുള്ളത്, ഈ 1906 നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബംഗാൾ വിഭജനമാണ്. ബംഗാൾ വിഭജനത്തിന്റെ ഏറ്റവും വളരെ ശക്തമായ കാരണം ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ്. ആ ബ്രിട്ടീഷ് തന്ത്രത്തിനെതിരെ ആദ്യമായിട്ട് ചൊല്ലി, അതായത് മുഖ്യധാരയിൽ ഈ വന്ദേമാതരം ചൊല്ലി വരുന്നത് ഈ സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗംഗയിൽ മുങ്ങി രാഖി ബന്ധിച്ചുകൊണ്ട് യാത്ര തിരിക്കുകയാണ് വന്ദേമാതരം ചൊല്ലി. അന്ന് മുസ്ലിമും ഹിന്ദുവും ഒരുമിച്ച് ഏറ്റുപാടിയ, അതായത് ഒരു നാഷണൽ യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് തീർച്ചയായും ആ മതേതരത്വമാണ്. അതുകൊണ്ടാണ് 1911 1910 11 ബ്രിട്ടീഷുകാർക്ക് വിഭജനം പിൻവലിക്കേണ്ടി വന്നു. ബംഗാളിന്റെ പുനരേകീകരണം സംഭവിക്കുകയും ചെയ്തത്. അതിന് 1896 കോൺഗ്രസ് അവരുടെ സമ്മേളനത്തിൽ ഔദ്യോഗികമായിട്ട്, 1896 ഈ എ.ഒ. ഹ്യൂമിന്റെ കയ്യിൽ നിന്ന് കുറെ ബ്രിട്ടീഷുകാരുടെ കൈവശം ഇരുന്ന കോൺഗ്രസിനെ അതിൽ നിന്ന് പിടിച്ചെടുത്ത് ലാലാ ലജ്പത് റായിയും സ്വാമി ശ്രദ്ധാനന്ദനും കൂടി ഒരു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നത്. അന്ന് അതിൽ ആലപിച്ചു തുടങ്ങിയതാണ് വന്ദേമാതരം. അന്ന് ആലപിക്കുമ്പോൾ പൂർണ്ണമായും, മാത്രമല്ല ആലപിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അത് പൂർണ്ണമായിട്ടും ആലപിച്ചിരുന്നത്. അങ്ങനെ ആലപിച്ച സാധനം ഏതാണ്ട് ഒരു 3-4 പതിറ്റാണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 1937 വന്ദേമാതരത്തിൻ്റെ ഈ സ്റ്റാൻസ കട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 2 ഭാഗങ്ങൾ മാത്രം നോക്കൂ. ആദ്യത്തെ 2 ഭാഗങ്ങൾ പ്രകൃതി വർണ്ണനയാണ്. നമ്മുടെ ഭൂമി, ഈ ഭാരതഭൂമി എങ്ങനെയാണ്, അത് സുജലയും സുഫലയുമാണ് എന്ന് പറഞ്ഞ് വളരെ മനോഹരമായ ഭൂമിയെ വർണ്ണിക്കുകയാണ് അല്ലേ. അടുത്ത സ്റ്റാൻസകളിലാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ട വീര്യം പകർന്നു നൽകുന്നത്. അടുത്ത സ്റ്റാൻസകളിലാണ് അത് ഐശ്വര്യസമൃദ്ധമായ ഭൂമി, അതിനെയാണ് ലക്ഷ്മി എന്ന് വിളിച്ചത്. ജ്ഞാനഭൂയിഷ്ടമായ ഭൂമി, അതിനെയാണ് സരസ്വതി എന്ന് വിളിച്ചത്. അതുപോലെ ഏത് ശത്രുവിനെയും അരിനിഗ്രഹം, ശത്രുവിനെ നിഗ്രഹിക്കുന്ന ആ പോരാട്ട വീര്യമുള്ള ഭൂമി, അതാണ് കാളി
എന്ന് പറഞ്ഞത്, ഈ ദുർഗ എന്ന് പറഞ്ഞത് ദശപ്രഹരണധാരിണി എന്ന് പറഞ്ഞാൽ 1000 കൈകൾ കൊണ്ട് അനേകം കൈകളുണ്ട്. ഇവിടെ ഈ ദശം, ശതം, സഹസ്രം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയുമ്പോൾ നമ്മൾ അത് പ്രത്യേകിച്ചും കാവ്യങ്ങളിൽ പറയുമ്പോൾ അതിനർത്ഥമെടുക്കേണ്ടത് 10, 100, 1000 എന്നല്ല, അനേകം എന്നാണ്. അപ്പോൾ അനേകം കൈകളോടുകൂടി ശത്രുവിനെ നിഗ്രഹിക്കുന്ന ആ ഭാരതഭൂമി, അതിനെയാണ് ബങ്കിം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് അത് ചൊല്ലുന്നത്. അല്ലാതെ അതിനകത്തൊരു ദേവതാ പൂജയോ ഈ പറയുന്ന ഇതര മത വിശ്വാസമോ ഹിന്ദുത്വത്തിൻ്റെ അടിച്ചേൽപ്പിക്കലോ ഒന്നും അതിനകത്തില്ല. ഇരിക്കട്ടെ, നമ്മൾ ചരിത്രത്തിലേക്ക് പോയാൽ ഒരുപാട് പറയേണ്ടി. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ 1896 മുതൽ 1937 വരെ കോൺഗ്രസ്സിന് അത് ആലപിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഒരുപാട് മുസ്ലിങ്ങൾ അത് ആലപിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആ ചരിത്രത്തിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. വന്ദേമാതരം വെട്ടിമുറിച്ചു, രാജ്യവും വെട്ടിമുറിച്ചു. വന്ദേമാതരത്തെ വെട്ടിമുറിച്ചത് നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിന്റെ ഒരു ട്രെയിലർ പോലെയായിരുന്നു. തീർച്ചയായും. അപ്പോൾ കാരണം ഇത് വളരെ കൃത്യമായൊരു ഉദാഹരണമാണത്. കാരണം 1905 ജിന്നയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യയിൽ 2 മതങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒന്ന് മുസ്ലിംസും മറ്റത് അല്ല, ഇന്ത്യയിൽ 2 മതങ്ങൾ, ഒന്ന് ബ്രിട്ടീഷേഴ്സും മറ്റൊന്ന് ഭാരതീയൻ. അതേ ജിന്നയാണ് പിന്നീട് 36 ദോസ് ഹു ബിലീവ് ഇൻ ഹോളി ഖുറാൻ ആൻഡ് ഇസ്ലാം യു ഷുഡ് വോട്ട് ഫോർ മുസ്ലിം. അതായത് ജിന്നെ അങ്ങനെ എത്തിക്കുന്നത് ഇവരാണ്, ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാർ. കോൺഗ്രസിനകത്ത് ഉള്ള ഒരു കൂട്ടം ആൾക്കാരും പിന്നെ മുസ്ലിം ലീഗിന്റെ സ്വാധീനവും കൂടി വന്നപ്പോൾ അത് ഈ ഇന്ത്യ വിഭജനമൊക്കെ അവരുടെ ആ ചിന്തയാണ് പിന്നീട് പറഞ്ഞതുപോലെ വിഭജനത്തിലേക്ക് എത്തുന്നത്. അല്ല, ഈ വർഗീയ വിഭജനത്തിന്റെ വിത്തുകൾ 1900 മുമ്പ് തന്നെ പാകപ്പെട്ട് കഴിഞ്ഞു. സിംല കോൺഫറൻസ്. അതെ. അല്ല, സിംല കോൺഫറൻസ് അല്ല, അതിനൊക്കെ വളരെ മുമ്പ്. അതായത് 1ാം സ്വാതന്ത്ര്യ സമര ഞാൻ സിംല കോൺഫറൻസ് 1890 സിംല കോൺഫറൻസ് ആണ്. അതായത് അല്ല, അതിനൊക്കെ മുമ്പ് 1870-കളിൽ തന്നെ 1857 നമ്മുടെ ശിപായി ലഹള 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. അതിനുശേഷം ഇവര് ബ്രിട്ടൻ പറയുമല്ലോ, നിങ്ങളെ മനഃപൂർവ്വം ഹിന്ദുക്കൾ 57 മുതൽ 84 വരെ ഹിന്ദുക്കളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കൾക്ക് പരമാവധി സഹായങ്ങളും മറ്റേ ജോലികളൊക്കെ കൊടുത്തതിന് ശേഷം ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നീട് നിങ്ങൾ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് ജോലിക്ക്. ബ്രിട്ടീഷുകാർ ഒരുപാട് കുതന്ത്രങ്ങൾ കാണിച്ചു. കൽക്കട്ട ഹൈക്കോടതി ദീർഘമായിട്ട് അതിലേക്ക് പോകും. അപ്പൊ കോടതി ചോദിച്ചത് ഇതൊക്കെയാണ്. കോടതി ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. ചരിത്രം, ഈ ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യങ്ങൾ, മറ്റു മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് കോടതി ചോദിക്കുന്നത്. ഇനി ഇത് ഈ പറഞ്ഞതുപോലെ ഈ വന്ദേമാതരം നിർബന്ധിതമാണോ? അപ്പോൾ നിർബന്ധിതമാണ് എന്ന് തെളിയിക്കാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞില്ല. ഇനി ഇതിൻ്റെ പേരിൽ ഇതുവരെ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു കേസ് പോലും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കോടതി തന്നെ ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഇല്ലാത്തൊരാശങ്ക സാങ്കല്പികമായി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്? ഇങ്ങനെ ഒരു സാങ്കല്പിക ആശങ്ക എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതിൻ്റെ മറ്റൊരു വശം കൂടി ഞാൻ പറയാം. ഇത് 2 ദിവസം മുമ്പാണ് ഈ കേസ് കൊൽക്കത്ത ഹൈക്കോടതി പരിഗണിച്ചതും ഈ പരാമർശങ്ങളൊക്കെ നടത്തിയതും. സത്യത്തിൽ അത് കോടതിയുടെ വിധിക്ക് തുല്യമായ നിരീക്ഷണങ്ങളാണ്. പക്ഷെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തു? ഇല്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം, ഞാൻ പറയുന്നത് ഇൻക്ലൂഡിങ് ജന്മഭൂമി, ജനം അടക്കമുള്ള ഏതെങ്കിലും ഒരു മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തു? നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ എന്താ പറയുക, അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു വലിയ കുത്തിത്തിരിപ്പുമായിട്ട് കുറേ കമ്മികൾ ഇറങ്ങിയപ്പോൾ നോക്കൂ, ബംഗാളിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ കമ്മ്യൂണിസം. അതാണ് അവസ്ഥ. ആ കമ്മ്യൂണിസം എങ്ങനെയെങ്കിലും അവിടെ തിരിച്ചു വരാൻ, ഇനിയിപ്പോൾ അവിടെ മമതയുടെ അടുക്കലെന്ന് വിട്ടുപോയ മുസ്ലിം വോട്ടുണ്ട്. ആ മുസ്ലിം വോട്ട് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം. ആ മുസ്ലിം വോട്ട് പിടിച്ചെടുക്കാനുള്ള നീചമായ തന്ത്രമാണ് ഈ ഹർജി. അല്ലാതെ അവർക്ക് വന്ദേമാതരം പാടിയാലും പാടിയില്ലെങ്കിലും ഒന്നും അവർക്ക് യാതൊന്നുമില്ല. എങ്ങനെയാണോ ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയിരുന്ന അയോധ്യ രാമജന്മഭൂമി പ്രശ്നത്തെ എങ്ങനെയാണോ CPM സകല വിഷവും കലക്കി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനെ പിന്നെ ഒരു 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വിഷയമാക്കി മാറ്റി തീർത്തത്, അതുപോലെ ഈ വന്ദേമാതര വിഷയത്തെ മാറ്റി തീർക്കാൻ, 2 മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ,
അങ്ങനെ തമ്മിലടിപ്പിച്ച് ഒരു മതവിഭാഗത്തിൻ്റെ ഏതാണ്ട് 40% മുസ്ലിങ്ങൾ ബംഗാളിലുണ്ട്. ഈ 40% മുസ്ലിം വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നീചമായ തന്ത്രമാണ്. ഒരിക്കൽ ഹിന്ദു മുസ്ലിങ്ങളെ ഏകോപിപ്പിച്ച വന്ദേമാതരത്തിന്റെ പേരിൽ അതെ, ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അത് ചെയ്യുന്നത് ഈ അന്തംഗമ്മികളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ വക്കീലും അവരുടെ ഹർജിക്കാരനും ഒക്കെ ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ, അത് തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് മുന്നിൽ, തപബ്രത ചക്രവർത്തിക്ക് മുന്നിൽ അതൊന്നും നിലനിന്നില്ല. അതിനെ ഓടിച്ച് മടക്കി ചുരുട്ടിക്കൂട്ടി കോടതി ഒരേറ് കൊടുക്കുന്ന തരത്തിലാണ് പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ കോടതിയോട് അങ്ങേയറ്റം നമുക്ക് ബഹുമാനവും കടപ്പാടും തോന്നേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ മാപ്രകൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അത് ഹിന്ദുത്വത്തെ അനുകൂലിക്കുന്നവരാണെങ്കിലും ശരി, ഹിന്ദുത്വത്തെ എതിർക്കുന്നവരാണെങ്കിലും ശരി, ഇത്രയും പ്രസക്തമായൊരു വിധി ഇന്ത്യയിൽ ഒരു കോടതി, ഒരു ഹൈക്കോടതി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു പരാമർശം ഹൈക്കോടതി നടത്തിയിട്ട് അതിനെ പുല്ലുപോലെ അവഗണിച്ച് കളഞ്ഞിരിക്കുകയാണ് കേരളം.